ഒരു പട്ടിയെ തല്ലുന്ന രീതിയിലാണ് അവന്മാർ രണ്ടുപേരും കൂടെ എൻ്റെ പിതാവിനെ തല്ലുന്നത്. അത് കണ്ടിട്ട് ഞങ്ങൾ ചങ്ക് തകർന്നു നിൽക്കുന്ന അവസ്ഥയായത്. ഇതിനവൻ ശിക്ഷ അനുഭവിച്ചില്ല എങ്കിൽ അവനൊരു ധൈര്യമായി മറ്റൊരാളുടെ ദേഹത്തോ അവൻ കൈവെക്കും. എന്ത് ചെയ്യണമെന്ന് അറിയാൻ ഞങ്ങൾക്ക് പറ്റുന്നില്ല. പട്ടിയെ പോലെ അടിച്ചു വീഴ്ത്തുന്നുണ്ട്. വീണ്ടും അവനെ ചെന്ന് മാർഗമായിട്ട് ചവിട്ടുന്നുണ്ട്. അവിടുന്ന് ഈ മാലയ്ക്കും ഈ പൈസയ്ക്കും വേണ്ടി അവൻ പിടിക്കുന്നത്. മാല പപ്പ ഹോൾഡ് ചെയ്ത് വെച്ചുകൊണ്ട് അത് കട്ടിയുള്ള മാല ആയതുകൊണ്ട് പൊട്ടിപ്പോയില്ല. പോക്കറ്റിലിരുന്ന പൈസ അവൻ കൈക്കലാക്കി കടന്നു കളഞ്ഞത്. എന്തോ ഇങ്ങനെ ഒരു വിരോധം വരാനുള്ള കാരണം? വിരോധം വരാനായിട്ട് പുള്ളിയുടെ വൈഫ് KSF വർക്ക് ചെയ്യുന്നുണ്ട്. അവിടെ ഞങ്ങൾക്കൊരു ചിട്ടിയുണ്ട്. എൻ്റെ മൂത്ത ജ്യേഷ്ഠയ്ക്ക് അവിടെ ചിട്ടി അടിച്ച് അവിടെ തന്നെ ഡിപ്പോസിറ്റ് ചെയ്തിരിക്കുക. അതിൻ്റെ ഒരു പേപ്പർ, ഇൻകം ടാക്സിൻ്റെ പേപ്പർ വന്നിട്ടുണ്ടായിരുന്നു. അത് അന്വേഷിക്കാൻ വേണ്ടി എൻ്റെ വീട്ടിൽ പപ്പയും മമ്മിയാണ് താമസിക്കുന്നത്. വേറൊരാൾ പോയി അന്വേഷിക്കാനില്ല. അദ്ദേഹത്തോട് 72 വയസ്സുള്ള എൻ്റെ പപ്പായ, സീനിയർ സിറ്റിസനായ പപ്പ പോയി അന്വേഷിക്കാൻ ചെന്ന സമയത്ത് ഈ പുള്ളിക്കാർ പുതിയ സ്റ്റാഫായിട്ട് അവിടെ വന്നിരുന്നു. ഇവരോട് ചോദിച്ചു 2-3 കാര്യങ്ങൾ ചോദിച്ചപ്പോൾ ഇവർക്കറിയില്ല എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ പിതാവ് ചോദിച്ചു, സ്വാഭാവികമായിട്ട് ആരും ചോദിക്കുന്നത് പോലെ ചോദിച്ചു, പിന്നെ എന്തിനാ നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത്? നിങ്ങൾക്കൊന്നും അറിഞ്ഞൂടാങ്കിൽ വീട്ടിൽ ഇരുന്നാൽ പോരെ എന്ന് എൻ്റെ പിതാവ് ചോദിച്ചതിൽ മറ്റുള്ള സ്റ്റാഫുകൾ അത് കേട്ടപ്പം ചിരിച്ചു. അതിൽ പുള്ളിക്കാരിക്ക് അത് ഹേർട്ടായി. അതിൻ്റെ പുള്ളിക്കാരി തിരിച്ചു പറഞ്ഞ സമയത്ത് പപ്പ അതിൻ്റെ കാര്യങ്ങൾ കഴിഞ്ഞ് തിരിച്ചു പോരുന്ന. അത് കഴിഞ്ഞിട്ട് 2 ദിവസം പപ്പ ഇതുപോലെ നടക്കാൻ പോയപ്പോൾ ജംഗ്ഷനിൽ വെച്ച് ഈ പുള്ളിക്കാരി, ഈ മഞ്ജുഷ എന്ന് പറയുന്ന സ്റ്റാഫും ലേഡിയുടെ ഹസ്ബൻഡും കൂടെ ജംഗ്ഷനിൽ നിൽക്കുന്നത് കണ്ട് ലേഡിക്ക് പപ്പായെ അറിയത്തുള്ളൂ, രാജീവിന് പപ്പായെ അറിയത്തില്ല. ആ സമയത്ത് ആ ലേഡി പപ്പായെ ചൂണ്ടിക്കാണിച്ച് പറയുന്ന സമയത്ത് ഇവൻ ചെന്ന് ചീത്ത വിളിക്കുന്നു. പപ്പ അത് ചീത്ത വിളിച്ചത് കാരണം അവര് ആരോഗ്യമുള്ള ഒരു പുരുഷന്റെ അടുത്ത് എൻ്റെ പിതാവിന് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അപ്പൊ പപ്പ അത് ഒഴിഞ്ഞു മാറി ഇഞ്ഞു പോരുന്നു. പപ്പ അതിന്റെ ഇതിലായിട്ട് തെക്കുംപാം പോലീസ് സ്റ്റേഷൻ ഫസ്റ്റ് ഒരു പരാതി കൊണ്ടുപോയി കൊടുത്തു. എന്നെ ഇതുപോലെ പബ്ലിക്കായിട്ട് തേവലക്കര ജംഗ്ഷനിലിട്ട് എന്നെ ചീത്ത വിളിച്ചു എന്നൊരു പരാതി അവിടെ കൊടുത്ത സമയത്ത് അതിന്റെ പ്രകോപനപരമായിട്ടാണ് പിന്നീട് ഇതെല്ലാം സംഭവിച്ചത്. പോലീസിന് പരാതി കൊടുത്തില്ലയോ? പോലീസിന് ഫസ്റ്റ് നമ്മൾ ഓൾറെഡി അടിച്ചതിന് ശേഷം പോലീസിന് പരാതി കൊടുത്തില്ല. കൊടുത്തു. അറസ്റ്റ് ചെയ്തു വരെ അറസ്റ്റ് ഒന്നും ചെയ്തിട്ടില്ല. ഇതുവരെ അറസ്റ്റ് ഒന്നും നടന്നിട്ടില്ല. പോലീസിൽ പരാതി കൊടുത്തിട്ടുണ്ട്. ആദ്യം നമ്മൾ ചെന്ന സമയത്ത് CCTV ക്യാമറ ഈ വീഡിയോസ് ഇല്ല എങ്കിൽ ഈ കേസ് ഇതിൽ അല്ലായിരിക്കും ചിലപ്പോൾ അത് തിരിഞ്ഞേനെ, അവർക്ക് അത് ഓപ്പോസിറ്റുമായിട്ട് തിരിഞ്ഞേനെ. ദൈവത്തിന്റെ ഒരു കരങ്ങൾ ഇതിനകത്ത് ഉണ്ടായത് കൊണ്ടാണ് വ്യക്തമായിട്ട് ആ CCTV ക്യാമറയുടെ ഫ്രണ്ടിൽ ഈ സംഭവങ്ങൾ ആ കടയുടെ തേവലക്കരയിൽ ആ നജ്റ എന്ന് പറയുന്ന ഷോപ്പിന്റെ ഫ്രണ്ടിലാണ് ഈ സംഭവം നടക്കുന്നത്. അവിടെ ഒരു ക്യാമറ ഉണ്ടായത് നമ്മുടെ ഒരു ദൈവത്തിന്റെ കരങ്ങൾ ഇതിനകത്തോ സത്യം എന്നുള്ളത് നിലനിൽക്കുന്നത് കൊണ്ട്. അല്ലെങ്കിൽ ഇത് അറിയത്തോ ഇല്ല, നമ്മുടെ ഇതിൽ എത്തത്തോ ഇല്ല. അവർ പറയുന്നത് വിശ്വസിക്കും. കാരണം അദ്ദേഹം ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ, ലോക്കൽ നേതാവാണ്. അദ്ദേഹത്തിന് അതിൻ്റെതായ ഹോൾഡും കാര്യങ്ങളും ഉള്ള. എൻ്റെ പിതാവിന് അതിൻ്റെ ഹോൾഡും ഇല്ല. ഞങ്ങൾക്ക് അതിനുള്ള രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു ഹോൾഡും ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ഇത് ഓപ്പോസിറ്റ് വശത്തിലോട്ട് അത് തിരിഞ്ഞേനെ. പ്രതിയെ പിടിച്ചിട്ടില്ല. പ്രതി ഇതുവരെയും പിടിച്ചിട്ടില്ല. പപ്പായ്ക്ക് 72 വയസ്സുണ്ട്. 72 ഇപ്പൊ കഴിഞ്ഞു പപ്പായ്ക്ക്. അപ്പൊ അദ്ദേഹം വന്ന് ചോദിക്കുമ്പോ അത് കറക്റ്റായിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാം. അല്ലെങ്കിൽ അവർക്ക് അറിഞ്ഞുവിടാമെങ്കിലും ഒക്കെ അറിഞ്ഞുവിടാം. ഇത് പുറത്ത് ഔട്ട് സൈഡിലോട്ട് ഈ ഒരു സംഭവം കൊണ്ടുപോയിട്ട് കയ്യാങ്കളിയിലോട്ട് എത്തേണ്ട ഒരു ആവശ്യമില്ല. ഇത് കയ്യാങ്കളിയിൽ അവര് 10-35 വയസ്സുള്ള 2 പുരുഷന്മാർ 72 വയസ്സുള്ള ഒരു വാർദ്ധക്യ സഹജമായ അസുഖത്തിലിരിക്കുന്ന ഒരു മനുഷ്യനെ ദേഹവും പട്ടി തല്ലുന്ന പോലെ ഈ വീഡിയോസ് കാണാം നമുക്ക്. അപ്പം ആ സംഭവിക്കുന്ന സമയത്ത് അത് മനഃപൂർവ്വമല്ലേ? ആ മഞ്ജുഷ എന്ന് പറയുന്ന മേഡം പറഞ്ഞു കൊടുത്തതിന് ശേഷമല്ലേ ഇതെല്ലാം ഉണ്ടായത്. ഷർട്ടായിട്ടോണ്ട് പോയത്. ഈ ഷർട്ടിനകത്ത് ഇവൻ പിടിച്ച് വലിച്ച് കീറിയത് ഇതിനകത്തിരുന്ന പൈസയും അവൻ കൈവശമാക്കിക്കൊണ്ടാണ് ഈ പോകുന്നത്. ആ സമയത്ത് പപ്പ അവിടുന്ന് വീണിട്ടും എഴുന്നേറ്റും മുണ്ടും പിടിച്ച് എഴുന്നേറ്റും മാലയെ ഹോൾഡ് ചെയ്ത് പിടിച്ചോണ്ട് എഴുന്നേറ്റ് എൻ്റെ പൈസ താന്ന് പറഞ്ഞു. പപ്പ റിട്ടയർഡ് SI ആണ്. അദ്ദേഹത്തിന് ഇങ്ങനെ സംഭവിക്കാമെങ്കിൽ ഒരു സാധാരണപ്പെട്ടവർക്ക് ഇതുവരെ പോലീസിന്റെ ഭാഗത്ത് നിന്ന് അറസ്റ്റ് ഇതുവരെ രേഖപ്പെടുത്തിയിട്ടില്ല. പ്രതികൾ ഇപ്പോഴും പുറത്ത് വിലസി നടക്കുക. 2 പ്രതികളും രാജീവും
ഹരീഷ് മോഹനും ഇപ്പോഴും അവര് പുറത്ത് വിലസി നടക്കുക. ഇനി എന്റെ പിതാവിനുണ്ടായ സംഭവം വേറൊരാൾക്കും ഉണ്ടാവരുത്. തെക്കുംപാവം പോലീസ് സ്റ്റേഷൻ, ഇത് ശരിക്കും ശാസ്താംകോട്ട പോലീസ് സ്റ്റേഷൻ പരിധിയാ. പക്ഷെ പപ്പ നടക്കാൻ പോയത്, ഞങ്ങൾ ബോർഡറിലാണ് താമസിക്കുന്നത്, നടക്കാൻ പോയത് തേവലക്കര, അത് തെക്കുംപാവം പോലീസ് സ്റ്റേഷന്റെ അതിർത്തിയാണ്.